ജോബ് എന്തിനാ ചൂസ് ചെയ്തത്? എനിക്ക് കണ്ടപ്പോൾ ഈ വീട് ഇഷ്ടമായി, അതുപോലെ നിന്നെ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചേരാൻ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ജോലി ചെയ്തിട്ടുണ്ടോ? സോഷ്യൽ സർവീസാ? പലതുണ്ടല്ലോ, ഏതാ ഉദ്ദേശിക്കുന്നത്? ലേഡീസിനൊക്കെ വെള്ളം പിടിച്ചു കൊടുക്കുന്നത്, ജെൻസിനൊക്കെ ക്വാർട്ടർ വാങ്ങിച്ചു കൊടുക്കുന്നത്, അമ്പലത്തിൽ തേര് വലിക്കുന്നത്, പിന്നെ ഈ വയസ്സായ ആൾക്കാരില്ലേ അവർക്കൊക്കെ റേഷൻ വാങ്ങിച്ചു കൊടുക്കുന്നത്, പിന്നെ നമ്മളെപ്പോലുള്ള ലവേഴ്സ് ഉണ്ടല്ലോ അവരുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്, പിന്നെ അവർക്ക് പ്രസവമാകുമ്പോൾ ഓട്ടോറിക്ഷയിൽ ആശുപത്രി കൊണ്ടുപോകുന്നത്. ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടേ ഇല്ല. വക്കീലങ്ങൾ എന്നോട് സത്യസന്ധനായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. നിന്റെ അംബീഷൻ എന്താ? എന്താണ് സാർ വലിയ ആംബിഷൻ? ഡെയിലി ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഇതാണ് നമ്മുടെ അംബീഷൻ. നിന്റെ ഫോൺ നമ്പർ എത്ര? നമ്പറല്ലേ ചോദിച്ചോളൂ, ഫോണല്ലല്ലോ. ഇങ്ങനെ പേടിപ്പിക്കുന്നു. ഇതാണ് എൻ്റെ നമ്പർ. രാത്രി 10 മണിക്ക് ശേഷം ഔട്ട് ഗോയിങ് ഫ്രീ. ഒരു മിസ് കോൾ എന്നാൽ മതി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. പറ്റേ? വെയിറ്റ് ചേട്ടാ. നിന്റെ പേരെന്താ? ശ്രീനു. അപ്പൊ ഇതുവരെ മറ്റുള്ളവരുടെ ദയവിലാണോ നീ ജീവിച്ചത്? അതെ സാർ, നിങ്ങളെപ്പോലെ തന്നെ. വിവരമില്ലേ നിനക്ക്? എന്ത് സംസാരിക്കാൻ? Do you have any sense? Idiot. You are appointed. എന്താ സാർ? നാളെ രാവിലെ നിനക്ക് ജോയിൻ ചെയ്യാം. ആരാ നീ? എവിടേക്കാ? നീ ആരാ? 30 വർഷമായിട്ട് ഈ വീട്ടിലെ ഞാൻ തന്നെയാ ചീപ്പ് സെർവറിന്റെ. ആയല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഓണർ ആണെന്ന് പറയാൻ പോവാണെന്ന്. ഫസ്റ്റ് ഡേ തന്നെ ലേറ്റാ. ആരാ മുളിവൻ? സാർ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത കെയർ ടേക്കർ. ശരി വാ. സ്ട്രോങ് ആയിട്ടൊരു കോഫി ഉണ്ടോ? പോടാ. മോർണിംഗ് 6 o'clock എണീക്കണം. റെഡി ആയിട്ട് 7 o'clock സാറിനെ ഉണർത്തി കോഫി കൊടുക്കണം. 8 o'clock ഷാർപ്പ് ഫിസിയോതെറാപ്പിസ്റ്റ് വരും. എക്സസൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചോ. അവര് കാണിക്കുന്ന എക്സസൈസ് ഒക്കെ ഇനി നീയാണ് റെഗുലർ ആയിട്ട് ചെയ്യേണ്ടത്. 9 o'clock ഷാർപ്പ് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യണം. ഓക്കെ? ബ്രേക്ക്ഫാസ്റ്റോ? വേണ്ട, ഞാൻ രാവിലെ കഴിച്ചതാ. ഈ വാക്കി ടോക്കി ഒരു കാരണവശാലും മിസ്സാവരുത്. സാർ എല്ലാ കാര്യങ്ങളും ഇതിലൂടെയാ പറയാ. വിളിച്ച ഉടനെ നീ പോണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്റെ പിന്നാലെ കറങ്ങി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഫസ്റ്റ് ദിവസം മീനാക്ഷി ഇത് തന്നെയാ പറഞ്ഞത്. മീനാക്ഷി ആരാ? എന്റെ എക്സാ. ഇതാ നിന്റെ ബെഡ്റൂം. ഇതേപോലെ തന്നെ ഈ മുറി എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഇതാ നിന്റെ ബാത്റൂം. ജെയിംസ് ബോണ്ട് പടത്തിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ. വാ, സാറിന് കാണാൻ പോ. 2 minutes. പെട്ടെന്ന് വാ.